കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ 2024-25 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ 2024-25 സാമ്പത്തിക വർഷത്തെ പദ്ധതിയായ ഭിന്നശേഷി മുച്ചക്ര വാഹനങ്ങളുടെ വിതരണോദ്ഘാടനം നഗരസഭാ ചെയർമാൻ കെ ടോമി നിർവഹിച്ചു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാരായിട്ടുള്ള 2 പേർക്കാണ് ഇന്ന് സ്കൂട്ടർ വിതരണം ചെയ്യുന്നത്. 10ാം വാർഡിലെ പോൾ വർഗീസും 18ാം വാർഡിലുള്ള സുനിലിനുമാണ് ഇന്ന് സ്കൂട്ടർ വിതരണം ചെയ്തിട്ടുള്ളത്. നിരവധി സാധാരണക്കാരും പാവപ്പെട്ടവരുമായി ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നഗരസഭ നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഈ സ്കൂട്ടർ വിതരണം അവരെ തൊഴിലെടുക്കുന്നതിന് വേണ്ടിയിട്ട് 2 പേരും ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തുന്ന 2 പേർക്കാണ് സ്കൂട്ടർ കൊടുക്കുന്നത്. അവരുടെ നിലവിലുണ്ടായിരുന്ന സ്കൂട്ടറെല്ലാം 10-12 കൊല്ലമായി കേടായി സ്കൂട്ടറായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതിന് പകരമാണ് ഇന്ന് പുതിയ സ്കൂട്ടർ വിതരണം ചെയ്യുന്നത്. ICDS സൂപ്പർവൈസർ ബിന്ദ്യ വി സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ നൌഷാദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ വിനോദ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV തോമസ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിൻസി തങ്കച്ചൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് വർഗീസ്, വിവിധ വാർഡുകളിലെ കൌൺസിലർമാർ PR ഉണ്ണികൃഷ്ണൻ, വിദ്യാപ്രസന്നൻ, സിജോ വർഗീസ്, റോസ്ലി ഷിബു, എൽദോസ് പോൾ, റിൻസ് റോയ്, ഷിബു കുര്യാക്കോസ്, അഡ്വക്കേറ്റ് ജോസ് വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.